ഇലക്ട്രോണിക് ജനറേറ്റർ. അതായത് നമ്മളിപ്പോഴുള്ള ഡീസൽ ജനറേറ്ററിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡീസൽ ജനറേറ്റർ പെട്രോൾ ജനറേറ്ററിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഇത് ഹൈബ്രിഡ് ഓപ്പറേഷൻ കൂടിയാണ്. ഇതിനകത്ത് സോളാർ കണക്ട് ചെയ്യാം, സോളാർ പാനലും കണക്ട് ചെയ്യാം. ഇത് 6 കിലോ വാട്ട് ഇൻവെർട്ടർ, പാനൽ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ 7.5 കിലോ വാട്ട് വരെയും പാനൽ കണക്ട് ചെയ്യാം. ബാറ്ററി ഉണ്ട്. ഇത് 10 കിലോ വാട്ട് ബാറ്ററി ഉണ്ട്. 3 ഫേസ് സിസ്റ്റം, 3 ഫേസ് ഇലക്ട്രോണിക് ജനറേറ്റർ. ഇത് 18 കിലോ വാട്ട് ഇൻവെർട്ടറും 41 കിലോ വാട്ട് ബാറ്ററിയും വരുന്നുണ്ട്. ഒരു ഡീസൽ ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ റണ്ണിംഗ് കോസ്റ്റ് വരുന്നത് ഒരു യൂണിറ്റിന് 40 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റിന് 10 രൂപ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇതും സോളാർ പാനൽ കണക്ട് ചെയ്യാം. ഇതിൽ 22 കിലോ വാട്ട് വരെ പാനൽ കണക്ട് ചെയ്യാം. സുഹൃത്തുക്കളെ, അങ്ങനെ കൃപ ഗ്രീൻ പവർ എക്സ്പോ 2024 അങ്കമാലിയിൽ നടന്ന ആ ഒരു ഷോയുടെ ഭാഗമായിട്ടുള്ള വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണിത്. ഇത് പാർട്ട് 5 ആണ് ഈ കാണുന്നത്. നമ്മൾ എത്തിയിരിക്കുന്നത് ഹൈക്കോൺ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റാളിന്റെ മുന്നിലാണ്. ഇവിടെ കുറേയധികം ഹെവി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ ഷോയ്ക്ക് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവരുടെ ഓഫീസറുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇവരുടെ ലിഥിയം പാക്കേജുകളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ജനറേറ്ററുകൾ, അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, എൻ്റെ പേര് രാജേഷ്. ഞാൻ DGM R&D ഹൈക്കോൺ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. ഇന്നിപ്പോൾ ഇവിടെ ക്രീപ്പ എക്സിബിഷനിൽ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പ്രൊഡക്റ്റുകൾ തന്നെ പരിചയപ്പെടാം. ഇതിലാദ്യം ഇരിക്കുന്ന പ്രൊഡക്റ്റ് ഹാലോ 1200 എന്ന് പറയുന്ന ഒരു സീരീസാണ്. ഇതൊരു ഡൊമസ്റ്റിക് പർപ്പസ് ഇൻവെർട്ടർ ആണ്. ഇതിനകത്ത് ലിഥിയം അയൺ ബാറ്ററി ഇൻബിൽട്ട് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇൻവെർട്ടർ പ്ലസ് ബാറ്ററി അടക്കം അതിനകത്തുണ്ട്. അതിനകത്ത് 12 വോൾട്ട് 100 AHന്റെ ലിഥിയം അയൺ ബാറ്ററി അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പോർട്ടബിൾ സിസ്റ്റം കൂടിയാണ്. നമുക്കൊരു ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി പോർട്ടബിൾ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരു ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെർട്ടർ, നോർമൽ ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂബുലർ ബാറ്ററി ഉണ്ടാവും, 12 വോൾട്ടിൻ്റെ നോർമൽ ഇൻവെർട്ടേഴ്സ് ഒക്കെ കാണും. അപ്പോൾ അതിന് പകരം ഒരു സിമ്പിൾ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് കാണുന്നത്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് സോളിസ് 1000 എന്ന് പറയുന്നത് ഒരു സോളാർ ഇൻവെർട്ടർ കൂടിയാണ്. വിത്ത് MPPT ടെക്നോളജിയുള്ള ഇൻവെർട്ടറാണ്. അപ്പോൾ 1 kVA ഇൻവെർട്ടർ, ഇൻബിൽട്ട് MPPT അടക്കമുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോളാർ പർപ്പസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ തന്നെ വേറൊരു സീരീസാണ് ഹെലിയോസ് സീരീസ്. ഹെലിയോസ് 2000 എന്ന് പറയുന്ന സീരീസാണ്. 24 വോൾട്ട് സോളാർ PCU ഇൻവെർട്ടേഴ്സാണ്. ഇതിനകത്ത് 2000 വാട്ട് പാനൽ കണക്ട് ചെയ്യാം. അപ്പം ഫുൾ പാനൽ കപ്പാസിറ്റി കണക്ട് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് ഹെലിയോസ് 3000. ഇതിൽ 3 കിലോ വാട്ട് പാനൽ കണക്ട് ചെയ്യാം. സോളാർ PCU തന്നെയാണ്. ഇതിനകത്ത് ഇൻബിൽട്ട് ലിഥിയം അയൺ ബാറ്ററി കമ്പാറ്റബിൾ ആയിട്ടുള്ള മോഡലും കൂടിയാണ്. അപ്പോൾ ബാറ്ററി നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് തൊട്ട് താഴെ ബാറ്ററിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻബിൽട്ട് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അടിവശത്ത് വയ്ക്കാം അതിൻ്റെ അടിഭാഗത്ത്. അപ്പോൾ ബാറ്ററിയുടെ സൈസും ഇതേ ഒരു സൈസിൽ തന്നെയായിരിക്കും വരിക. ഇത് സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ്. 3 കിലോ വാട്ട് കപ്പാസിറ്റി, 48 വോൾട്ട് DC വർക്ക് ചെയ്യുന്നതാണ്. ഇതിനകത്ത് സോളാർ പാനൽ ഓൺ ഗ്രിഡ് ഓപ്പറേഷൻ ഉണ്ട്, ഓഫ് ഗ്രിഡ് ഓപ്പറേഷൻ ഉണ്ട്, അതുപോലെ ഹൈബ്രിഡ് ഓപ്പറേഷൻ. 3 പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. ലിഥിയം ബാറ്ററി ഇതിന്റെ വരുന്നത് ആഡ് ഓൺ മൊഡ്യൂൾ ആയിട്ടാണ്. ഇത് സെപ്പറേറ്റ് മൊഡ്യൂളാണ്. ഇതുപോലെ നമുക്ക് സ്റ്റാക്ക് ചെയ്യാവുന്ന ബാറ്ററികളാണ്. ഇത് ഒരു സിംഗിൾ പാക്ക് എന്ന് പറയുന്നത് 48 വോൾട്ട് 100 AH, അതായത് 5.12 കിലോ വാട്ട് ആണ് ഇതിന്റെ കപ്പാസിറ്റി ഓരോ മൊഡ്യൂളിൽ. നമുക്ക് ഇതുപോലെ സ്റ്റാക്ക് ചെയ്ത് വെക്കാം. മാക്സിമം ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതെ അതെ. ഇത് 3.6 കിലോ വാട്ട്. ഇതിലും സെയിം നമുക്ക് ഈ ബാറ്ററിനെ കണക്ട് ചെയ്യാം. 48 വോൾട്ട് ലിഥിയം ബാറ്ററി കണക്ട് ചെയ്യാം. ഇത് 6 കിലോ വാട്ട് ഉണ്ട്, 5 കിലോ വാട്ട് ഉണ്ട്. 5 കിലോ വാട്ട് കേരളത്തിന്റെ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട്, 6 കിലോ വാട്ട് എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം 5 years വാറണ്ടിയാണ് നമുക്ക് എല്ലാത്തിനും കൊടുക്കുക. 5 years വാറണ്ടി കൊടുക്കും. ഓൺസൈറ്റ് വാറണ്ടിയാണ്. അതെ അതെ. നമ്മുടെ സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ അതുവഴി ഓൺസൈറ്റ് വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലും നമ്മൾ സർവീസ് കൊടുക്കും. ഇനി അടുത്ത ഈ ലിഥിയം ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? ലിഥിയം ബാറ്ററി ഇത് 48 വോൾട്ട് 100 AH. ഇതിന്റെ നോമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51.2 വോൾട്ട് 100 AH ആണ്. ഇതൊരു മൊഡ്യൂളിനെ നമ്മൾ 5.12 കിലോ വാട്ട് എന്നും പറയും. ഇത് 5 കിലോ വാട്ട് അല്ലെങ്കിൽ 5 യൂണിറ്റ് നമുക്ക് ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. 5 യൂണിറ്റ് വെച്ച് ഇതിന്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ എത്ര എണ്ണം വെക്കുന്നത് അതിനനുസരിച്ച്
നമുക്ക് യൂണിറ്റ് എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിന് ലിമിറ്റേഷൻ ഇല്ല. ഇത് അടുക്കി മേലേക്ക് വെക്കാം. അതെ അതെ, ഇത് മൂവബിളും കൂടിയാണ്. ഇതിനകത്ത് ട്രോളി ഉണ്ട്, വീലടക്കമുള്ളതാണ്. അതെ, ഇതിനകത്ത് അടിയിൽ വീലുണ്ട്. അപ്പൊ നമുക്ക് ഒരു ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് നീക്കണം എന്നുണ്ടെങ്കിൽ നീക്കാൻ പറ്റും. എല്ലാ സൈക്കിളും ഇതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും എല്ലാത്തിനും ഡിസ്പ്ലേ ഉണ്ട്. അതെ അതെ, ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാം. എല്ലാ ഡിസ്പ്ലേ ഉണ്ട്. അതെ അതെ. ഇതിന് വാറന്റി എങ്ങനെയാണ് സാർ വരുന്നത്? ഇത് 5 ഇയർ വാറന്റിയാണ്. 5 വർഷം വാറന്റി. റീപ്ലേസ്മെന്റ് ആണോ അതോ റീപ്ലേസ്മെന്റ് വാറന്റി? 5 വർഷം. അതെ അതെ, റീപ്ലേസ്മെന്റ് വാറന്റി. എത്ര സൈക്കിളാണ് സാർ ഈ ഒരു ബാറ്ററി? ഇത് 6000 സൈക്കിൾസ് ആണ് ഇതിനകത്ത്. 6000 സൈക്കിൾ. ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതെ, ഇലക്ട്രോണിക് ജനറേറ്റർ എന്ന് പറയും. ഇലക്ട്രോണിക് ജനറേറ്റർ, അതായത് നമ്മൾ ഇപ്പോൾ ഉള്ള ഡീസൽ ജനറേറ്ററിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരിക. ഡീസൽ ജനറേറ്റർ പെട്രോൾ ജനറേറ്ററിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ഇത് ഹൈബ്രിഡ് ഓപ്പറേഷൻ കൂടിയാണ്. ഇതിനകത്ത് സോളാർ കണക്ട് ചെയ്യാം, സോളാർ പാനലും കണക്ട് ചെയ്യാം. ഇത് 6 കിലോ വാട്ട് ഇൻവെർട്ടർ. പാനൽ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ 7.5 കിലോ വാട്ട് വരെയും പാനൽ കണക്ട് ചെയ്യാം. ബാറ്ററി ഉണ്ട്. ഇത് 10 കിലോ വാട്ട് ബാറ്ററി ഉണ്ട്. 10 കിലോ വാട്ട് ബാറ്ററി ഉണ്ട്. ഹൈബ്രിഡിന്റെ ഒരു സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത്. അതെ അതെ, ഇപ്പോ ഉപയോഗിക്കുന്ന പെട്രോൾ ജനറേറ്ററിനെ നമുക്ക് മാറ്റിയിട്ട് ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു 3 hours ബാക്കപ്പ് വരെ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് കിട്ടും. അതെ അതെ, ഇതിന്റെ കേബിൾ കണക്ടിംഗ് ഒക്കെ നമ്മൾ ഇതില് ഇൻഡസ്ട്രിയൽ തന്നെയാണ്. ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട് എടുക്കാം. സോളാർ പാനൽ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. ഇതിനകത്ത് എനർജി മീറ്റർ ഉണ്ട്. ഇതിനകത്ത് വൈഫൈ മോണിറ്ററിംഗ് അടക്കം എല്ലാം ഉള്ള സിസ്റ്റമാണ്. അതെ അതെ, ഇതിനകത്തൊരു ഡിസ്പ്ലേ വരും, പിന്നെ എനർജി മീറ്റർ വരുന്നുണ്ട്. ഡീസലും പെട്രോളും ഒക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതെ, ഇതിപ്പോ ചെറിയ മോഡൽ ആണെന്നുണ്ടെങ്കിൽ ഇത് സിംഗിൾ ഫേസ് ആയിരുന്നു 6 കിലോ വാട്ട് പറഞ്ഞത്. ഇത് അതിന്റെ 3 ഫേസ് സിസ്റ്റം, 3 ഫേസ് ഇലക്ട്രോണിക് ജനറേറ്റർ. ഇത് 18 കിലോ വാട്ട് ഇൻവെർട്ടറും 41 കിലോ വാട്ട് ബാറ്ററിയും വരുന്നുണ്ട്. അതെ അതെ, ഡിസ്പ്ലേ ഉണ്ട്, അതുപോലെ എനർജി മീറ്റർ ഉണ്ട്. 3 ഫേസ് ആണ്. അപ്പൊ ഒരു 3 ഫേസ് ഡീസൽ ജനറേറ്ററിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഇത് കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എനർജി സേവിംഗ് എന്ന് പറയുന്നത് 75% സേവിംഗ് കിട്ടും. അതായത് ഇപ്പോൾ ഒരു ഡീസൽ ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ റണ്ണിംഗ് കോസ്റ്റ് വരുന്നത് ഒരു യൂണിറ്റിന് 40 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റിന് 10 രൂപ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇതും സോളാർ പാനൽ കണക്ട് ചെയ്യാം. ഇതിൽ 22 കിലോ വാട്ട് വരെ പാനൽ കണക്ട് ചെയ്യാം. 22 കിലോ വാട്ട് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാം. ബാറ്ററി. അതെ അതെ, ഇതിൽ ഇൻപുട്ട് വരുന്നുണ്ട്, ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇത് 3 ഫേസ് തന്നെ. ഇത് കൂടാതെ ടെർമിനൽ കണക്ടർ വരുന്നുണ്ട്. നമുക്ക് പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ കണക്ട് ചെയ്യാം, വയർ കണക്ട് ചെയ്യാം. അതെ, പോർട്ടബിൾ ആവശ്യം. ഇതും നമ്മൾ 5 years വാറണ്ടി പ്രൊഡക്റ്റിനുണ്ട്. ബാറ്ററിക്ക് 10 years നമ്മുടെ പെർഫോമൻസ് വാറണ്ടി കൊടുക്കും. ബാറ്ററിക്ക് 10 years പെർഫോമൻസ് വാറണ്ടി. ഇത് നോർമൽ ഒരു ഇൻവെർട്ടർ എന്നുള്ള കൺസെപ്റ്റ് അല്ല. കാരണം ഈ പീക്ക് ലോഡ് സമയത്ത് വരുന്ന എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പീക്ക് ഷിഫ്റ്ററും കൂടെ ഇതിനകത്തുണ്ട്. പീക്ക് ലോഡ് ഷിഫ്റ്ററും കൂടെ ഉണ്ട് ഇതിനകത്ത്. പീക്ക് ലോഡ് ഷിഫ്റ്ററും കൂടെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് പീക്ക് ടൈമിൽ വരുന്ന എനർജി കൺസപ്ഷൻ കുറയ്ക്കാം. എക്സസ് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ സോളാർ വഴി നമുക്ക് കിട്ടുന്ന എനർജീനെ സ്റ്റോർ ചെയ്തിട്ട് തിരിച്ച് ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പോർഷനും കൂടെ ഇതിനകത്ത്. പിന്നെ ഉള്ളത് ഇതിന്റെ തന്നെ ഹയർ വേർഷൻ ഉണ്ട്, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയും. ഇതും ആ ജനറേറ്ററിന്റെ അതേ രീതിയിലുള്ള അല്ല, ഇത് ജനറേറ്ററിന്റെ തന്നെ ഒരു ഹയർ വേർഷൻ ആണെങ്കിൽ പോലും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. ഇതിന്റെ കപ്പാസിറ്റി 100 കിലോ വാട്ട് PCS പ്ലസ് 215 കിലോ വാട്ട് അല്ലെങ്കിൽ 215 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക്. ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതെ, ഇൻഡസ്ട്രിയൽ പർപ്പസിൽ വരുന്ന നമുക്ക് വരുന്ന ഒരു ആൻസിലറി സർവീസസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളിലാണ് ഇതിന്റെ ഉപയോഗം വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ പവർ ഫാക്ടർ കറക്ഷൻ, അതുപോലെ ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷന്റെ റിഡക്ഷൻ വരുന്നുണ്ട്, വേവ് ഫോം കറക്ഷൻ, ഫ്രീക്വൻസി സ്റ്റെബിലൈസേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ഇംപ്രൂവ്മെന്റ് വരുത്താനും സ്റ്റെബിലിറ്റി കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതും 3 ഫേസ് ആണ്. ഇത് ഗ്രിഡ് ഇന്ററാക്റ്റീവ് സിസ്റ്റം ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതെ അതെ, ഓൺലൈൻ മോണിറ്ററിംഗ് ആണ്, റിമോട്ട് മോണിറ്ററിംഗ് ഉണ്ട്, നമുക്ക് വെബ് ബേസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അതെ, ഇപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് കാണിക്കുന്നത് ഗ്രിഡ്
ലോഡ് എത്ര വരുന്നുണ്ടെന്നുള്ളത്, ഗ്രിഡിൽ നിന്ന് എത്ര ലോഡ് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ലോഡിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മൾ എത്ര ലോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റോറേജിൽ നിന്ന് നമ്മൾ എത്ര എനർജി ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു എന്നുള്ളത് സെപ്പറേറ്റ് കാണിക്കും. ഇതിനകത്ത് ബാറ്ററി എനർജി സ്റ്റോറേജിന്റെ ബാറ്ററി സ്റ്റോറേജ് ആണ് ഈ കാണിക്കുന്നത്. ഇത് 215 kWh ബാറ്ററി ഉണ്ട്. ഇത് ഓരോ മൊഡ്യൂൾസ് ആയിട്ടാണ്. ഇതൊരു ക്ലസ്റ്റർ. ഇത് ടോട്ടൽ 15 മൊഡ്യൂൾസ് ഉണ്ട്. ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് 215 kW ആണ്. അതെ, അതായത് 215 യൂണിറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഉണ്ട്, എല്ലാവിധ പ്രൊട്ടക്ഷൻ ഉണ്ട്. ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് HVAC ഉണ്ട്, അതായത് എയർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. എയർ കണ്ടീഷണർ അടക്കമുണ്ട്. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഉണ്ട്. ടെമ്പറേച്ചർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് എയർ കണ്ടീഷൻ വർക്ക് ചെയ്യും. ഇനി ടെമ്പറേച്ചർ കുറവുള്ള സ്ഥലത്താണെങ്കിൽ, ഇപ്പോൾ നോർത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഹീറ്റിംഗ് സിസ്റ്റം വെച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഇതിനകത്താണ് PCS ഇരിക്കുന്നത്. ഇത് 10 year വാറന്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, ഇതിനകത്ത് PCS ഇരിക്കുന്നുണ്ട്. 100 kW PCS ആണ്. ഇത് ഡയറക്റ്റ് സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. പകരം ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം വഴി ഗ്രിഡിലോട്ട് കണക്ട് ചെയ്തതിനു ശേഷം ഗ്രിഡ് ഓൺ ഗ്രിഡ് ഇൻവെർട്ടറും ഇതും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന്റെ ഷെയറിംഗ് വർക്ക് ചെയ്ത് ആ സോളാറിൽ നിന്ന് കിട്ടുന്ന എനർജീനെ ഇതിലോട്ട് സ്റ്റോർ ചെയ്യാം. ഡേ ടൈമിൽ കിട്ടുന്ന എക്സസ് എനർജി സ്റ്റോർ ചെയ്തതിനു ശേഷം നമുക്ക് പീക്ക് ടൈമിൽ ഡിസ്ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ പീക്ക് ടൈമിൽ ലോഡ് വരുന്ന സ്ഥലങ്ങളിൽ പീക്ക് ടൈമിലത്തെ എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും യൂസ്ഫുൾ ആവുന്നത്. 10 year വാറന്റിയാണ് ബാറ്ററി. 10 year വാറന്റി ബാറ്ററി ടോട്ടൽ സിസ്റ്റം. എയർ കണ്ടീഷണർ പുറകിലാണ് ഇരിക്കുന്നത്. കാണിക്കും. അതിനകത്ത് എയർ കണ്ടീഷണർ ഇത് ഇമ്പോർട്ടഡ് ആണ്. അതുപോലെ നമ്മൾ സെല്ല് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പാർട്ടുകൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മളിവിടെ അസംബ്ലി ആണ് ചെയ്യുന്നത്. ഡിസ്പ്ലേയിൽ ഇത് ഒരു എയർ കണ്ടീഷണറിന്റെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. ടെമ്പറേച്ചർ കാണിക്കും, ടൈം സെറ്റിംഗ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണിക്കും. ഇത് ത്രൂ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എയർ കണ്ടീഷണറിന്റെ കാര്യങ്ങളും കൺട്രോളിംഗ് എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് മോണിറ്റർ ചെയ്യാം. അതെ അതെ. ഇപ്പോ ഇതിലൊരു 50 kW ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 hours ബാക്കപ്പ് കിട്ടും. അതെ. ഫുള്ള്. അതെ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി. പാർട്ട് 6 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.